എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്കുള്ള ബോഡി സ്കർട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ കട്ടിങ് കാണാം. അപ്പോൾ ഇത് 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. 56 ഇഞ്ച് വീതിയുള്ള പാൻറ് തുണിയാണ്. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ ഒരു മാർക്ക് കൂടെ ചെയ്യുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് കഴുത്തടിക്കുന്നത്. ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റുക. അരവണ്ണത്തിൻ്റെ പാതി 12 ഇഞ്ച്, അതിൻ്റെ 3 ഇരട്ടി 36, അതിൻ്റെ പാതി 18 ഇഞ്ച്. 18 ഇഞ്ചും ഒരു 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ 19.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് അത് തിരിച്ച് മടക്കാം. ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇതിൻ്റെ ആകെ ഇറക്കം 26 ഇഞ്ചാണ്. അപ്പോൾ ഹാഫ് ലെങ്ത്ത് ഇതുവരേക്കും 10.5 ഇഞ്ച് വരും. തയ്യത്തുമ്പും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ 10.5 വരും. അപ്പോൾ ഇങ്ങോട്ട് 26 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. 1/2 ഇഞ്ച് മടക്കി അടിക്കാനും. അപ്പോൾ 2 ഇഞ്ച് 2.25 ഇഞ്ച് വീതി കിട്ടും. മാക്സിമം എടുക്കുക. പിന്നെ കുറച്ച് വീതി കൂടിയാലും കുഴപ്പമില്ല, ഒരു 3 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് സെൻറ്റർ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 പീസാണ് പ്ലേറ്റ് ഇടാനുള്ളത്. ഇനി ഈ ബാക്കി പീസ് വെച്ചിട്ട് ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ യോക്ക് ലെങ്ത്ത് വന്നിട്ട് 10.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 11.5 ഇഞ്ച് ഇടാം. നെക്ക് 4.5 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്താൽ മതി. അതുപോലെ ഇങ്ങോട്ട് ഒരു 4.5 ഇഞ്ച് വെക്കുന്നുണ്ട്. തയ്യത്തുമ്പും കൂടെ ചേർത്താണ് 4.5 ഇഞ്ച് വെക്കുന്നത്. ചതുരക്കഴുത്താണ്. ഫ്രണ്ട് വന്ന് 4.5 ഇഞ്ച്, ബാക്ക് വന്നിട്ട് 3 ഇഞ്ചാണ് വെക്കുന്നത്. ഇനി ഷോൾഡർ വന്ന് 5 ഇഞ്ചാണ് താഴേക്ക് വരയ്ക്കുക. അതുപോലെ ആമോളം 5 ഇഞ്ച് അതിങ്ങനെ വരയ്ക്കുക. ചെസ്റ്റ് 6 ഇഞ്ചാണ് വേണ്ടത്. അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ചെറിയ ടെക്ക് കൊടുക്കുന്നുണ്ട്. ഈ ടെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, ബോഡി ഷേപ്പ് നന്നായിട്ട് കിട്ടും. മാത്രമല്ല നമുക്കിതിൽ ലൂപ്പി വെക്കാണ്ട് ബെൽറ്റ് ഇടാനുള്ളത്, അത് ഇടാനും കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ അടിക്കുമ്പോൾ അത് കാണിച്ചു തരാം. ഒരു 3 ഇഞ്ചിൽ ടക്ക് കൊടുക്കാം. ഇങ്ങോട്ടൊരു 7 ഇഞ്ച് വയ്ക്കാം. ഇവിടെ 6.5 വരുന്നുണ്ട്. ഇവിടെ 6.5 ടക്കും ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാഗ് ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടിനേക്ക് കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഹുക്കാണ് വെക്കുന്നത്. ഇതിൽ ഓപ്പൺ ചെയ്യുക. ബാക്ക് പീസിൽ പട്ടിയടിക്ക് അതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി പോക്കറ്റ് പീസ് കട്ട് ചെയ്യാം. അത് മടക്കിയിട്ട് 5.5 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവും എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പോക്കറ്റായി. ഇനി ഈ പീസിൽ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ആർമോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ടെക്കൊന്ന് ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടിക്കാം. ടെക്കെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഹുക്കിനുള്ള പട്ടി വയ്ക്കാം. ഇത് നമ്മൾ ബ്ലൗസിൽ വയ്ക്കും പോലെ ഇതിങ്ങനെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ അതേ മെത്തേഡ് തന്നെ. വീതി ആവശ്യമുള്ളത് വെച്ചാൽ മതി. ഇതൊരു 1.5 ഇഞ്ചാണ് ഞാൻ വെക്കുന്നത്. ഇനി ഇവിടെ ഒന്ന് ഒരു തൈലിട്ടിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇങ്ങനെ നല്ല വശം കൂടെ ചേർത്തിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ പിടിക്കുക. ഒരു തൈലും കൂടി ഇടാം. ഇത് ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്ത് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാം. ആദ്യം നമ്മൾ ഒരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇത്രയൊന്നും ആവശ്യമില്ല, ഞാനത് ജോയിൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു ഏകദേശം ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഒരു തൈലിടുക. ഇനി ഈ പീസ് കൊണ്ടാണ് കഴുത്തടിക്കുന്നത്. അതെങ്ങനെയെന്ന് കാണിക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മുന്നേ ആദ്യം ഇടുക. ഇവിടെ ഈ കോർണറിൽ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ മടക്കിൽ ഈ കോർണറിൽ ഒരു തൈല് വരും. അങ്ങനെയാണ് അത് അടിക്കുക. അങ്ങനെ ഇവിടെ നിന്ന് അടിച്ച് ഇവിടെ വരുമ്പോൾ നേരെ ഇങ്ങനെ കഴുത്തിൻ്റെ പീസ് വന്നിട്ട് ഇങ്ങനെ സ്ക്വയറിൽ വരും. ഇങ്ങനെ അടിക്കുക. ഇവിടെ കൊണ്ട് നിർത്തുക. ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മടക്കിയ പോയിന്റിൽ നിർത്തുക. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇതിൽ തൈല് വരും. എന്നിട്ട് അങ്ങനെ അതുപോലെ 4 സൈഡും അടിച്ചെടുക്കുക. ഈ കോർണറിൽ മാത്രം ഒന്നിങ്ങനെ സൂചി കറക്റ്റ് ചെയ്യണം. ഒന്ന് നോക്കാം. വേണ്ട, ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് മടക്ക് വന്നിട്ട് ഈ കോർണറിൽ വരണം. അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഇവിടെ ഇങ്ങനെ ഈ കോർണറിൽ തയ്യലിൽ കൊള്ളാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. 4 ഭാഗത്തും അതും കൊണ്ടൊന്ന് നന്നായിട്ട് വരച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഈ തയ്യത്തുമ്പ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വച്ചിട്ട് ഉള്ളിൽ നിന്ന് തന്നെ അടിക്കാം. അതായത് ഈ തയ്യത്തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഈ ഇവിടെ നിന്ന് ഒരു തയ്യലിടുക. ഇതൊന്നും ഒരു തയ്യലിട്ടിട്ട് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ ഈ ഭാഗത്തു കൂടെയും തയ്ക്കുക. 2 തയ്യലും പുറത്തേക്ക് കാണണം. ഇത് മേലെ അടിച്ചതിന് ശേഷം അങ്ങനെ തിരിച്ചെടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ കഴുത്ത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇത് കട്ടിയുള്ള തുണി, പാൻറ്റിൻ്റെ തുണി ആയതുകൊണ്ട് അതിൽ ക്യാൻവാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ തുണി തന്നെ കൊടുത്താൽ ധാരാളം മതി. ഇനി ഇതിൻ്റെ ആമോളൊന്ന് ഫിനിഷ് ചെയ്യാം. അതിന് നേരത്തെ കട്ട് ചെയ്തെടുത്ത ഇതുപോലെയുള്ള ക്രോസ് പീസ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒരു 4 ഇഞ്ച് മടക്കി അടിക്കാം. ഇത് ഡബിളായിട്ട് മടക്കി കൊടുത്തിട്ട് അടിക്കാൻ പറ്റും, പക്ഷേ അത് കട്ടി ഒരുപാട് കൂടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇവിടെ അതേപോലെ തയ്ക്കുക. നല്ല വശത്ത് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. മേൽത്തൈലിടുക. ഇനി ഇങ്ങനെ മടക്കിയിട്ട് ഒരു തൈല് ഇത് കൂടെ ഒരു തൈലിടുക.
അതായത് ഒരു തൈലാണ് പുറത്ത് കാണുള്ളൂ. നമ്മൾ കോട്ടിൻ്റെയൊക്കെ അടിക്കുന്നത് പോലെ. സ്കർട്ട് വന്നിട്ട് പ്ലീറ്റ് ഇടാം. അപ്പോൾ ഇതിൻ്റെ അരവണ്ണം 24 ഇഞ്ചാണ്. അപ്പോൾ പാതി 12 ഇഞ്ച് വരും. അപ്പോൾ ഒരു പ്ലേറ്റ് വന്നിട്ട് 3 ഇഞ്ചിൽ ഇടാം. 4 പ്ലേറ്റ് വരും. നമ്മൾ തയ്യത്തുമ്പോൾ 3/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ 3 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ 3 ഇഞ്ചിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ രണ്ടാമത്തെ മാർക്കിൽ നിന്ന് ഇവിടേക്ക് മടക്കി വയ്ക്കുക. അതേപോലെ മൂന്നാമത്തെ മാർക്കിൽ നിന്ന് 4ാമത്തെ മാർക്കിലേക്ക് ഇങ്ങനെ മടക്കുക. അടുത്തത് ഇങ്ങനെ മടക്കുക, തിരിച്ച് ഇങ്ങനെ മടക്കുക. അങ്ങനെ ബോക്സ് പ്ലേറ്റ് അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചെടുക്കാം. ഇനി അടുത്ത ഭാഗം ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ 2 പീസിലും ഇതുപോലെ പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്, ബോക്സ് പ്ലേറ്റ്. അപ്പോൾ ഇനി ഇതിൽ പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റിൻ്റെ പീസ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഈ കരപ്പീസ് ചുവട്ടിലേക്ക് വരിക. അപ്പോൾ കുറച്ചുകൂടെ നമുക്കിതിന് ഇറക്കം കിട്ടും. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഒരു തൈലിടുക. അതുവരേക്കും ഇടാം. ഇനി അതുപോലെ ഇതിന് മേലെ ഒരു തൈലിടാം. ഇനി അടുത്ത പീസിൽ ഇതിൻ്റെ ഈ നല്ല വശം ഇങ്ങനെ വയ്ക്കുക. ഇതിങ്ങനെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഇതിലും അതേപോലെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിലൊരു തൈലിടുക. ഇതിന് മേലെ അതേപോലെ ഒരു തൈലിടാം. ഇനി ഇങ്ങനെ വയ്ക്കുക. ഇത് ഈ പ്ലേറ്റ് ഏതുവരേക്കുണ്ടോ അവിടെയാണ് ഇത് തയ്ക്കേണ്ടത്. ഇതിങ്ങനെ ഈ 2 പ്ലേറ്റും കൂടെ കറക്റ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു ഇഞ്ചിലൊരു തയ്യലിടാം. എങ്ങനെ വരും. ഇനി ഇതൊപ്പം വച്ചിട്ട് ഇവിടെ ഒരു ആവശ്യമുള്ള ഓപ്പൺ ഇടാം. ഒരു 4.5 ഇഞ്ച് ഇടാം. ഇത് ഇടാം. എന്നിട്ട് ഇവിടെ നിന്ന് താഴെ വരേക്കും തയ്ച്ചെടുക്കുക. ഇവിടെ ഒരു തൈലും കൂടി ഇടാം. അതിനുശേഷം ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ 2 വശത്തുനിന്ന് കെട്ടിടുക. അപ്പോൾ ഇതുപോലെ ഈ 2 വശത്തൊന്ന് കെട്ടിട്ട് തയ്ക്കുക. ഈ വശം ഇതിനോട് ചേർത്ത് തയ്ക്കുക. ഇതുപോലെ ഇങ്ങോട്ട് 2 വശത്തേക്ക് ചേർത്ത് തയ്ക്കുക. ഇനി ഇതിൻ്റെ യോക്ക് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് പോക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ജോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ചേർത്തടിക്കണം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വരിക. അപ്പോൾ ഇതിൻ്റെ ഈ വശമാണ് ചേർത്തടിക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ തന്നെ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. ഇവിടെ 1 ഇഞ്ചാണ് തയ്യത്തും പെട്ടിരിക്കുന്നത്. അത് വെച്ച് അടിച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ വന്നിട്ട് ഇവിടെ ഈ പോക്കറ്റ് വെച്ച ഈ കറക്റ്റ് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഒരു തൈലും കൂടി ഇടാം.
അപ്പോൾ ഇനി ഇതിൽ ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് വെക്കണം. ബാക്കി തുണി കൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ഒരു 3.5 ഇഞ്ചിൽ ഒരു 4 ലൂപ്പ് അടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കട്ടിങ് പറഞ്ഞിരുന്നു ഈ ടെക്ക് ഇടുമ്പോൾ ലൂപ്പ് വയ്ക്കാൻ എളുപ്പമാവുന്നത്. ഈ ടെക്കിന് നേരെയാണിത് ലൂപ്പ് വയ്ക്കേണ്ടത്. ഈ ടെക്കിന്ന് ഇവിടെ താഴെ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊരു തയ്യലിടുക, ഇവിടെ തയ്ക്കുക. അപ്പോൾ 1 ഇഞ്ച് വരും. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണിത് തയ്ക്കുന്നത്. എല്ലാ ടെക്കിലും ഓരോ ലൂപ്പ് കൊടുക്കുക. 4 ലൂപ്പ് മതി. അപ്പോൾ ഇതുപോലെ എല്ലാ ടെക്കിൻ്റെയും താഴെ 1 ഇഞ്ചിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് തയ്ക്കുക. അപ്പോൾ ഇതുപോലെ ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് പിടിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ട് ഈ ടെക്കിനോട് ചേർന്ന് അങ്ങനെ അടിച്ചാൽ മതി. ഒരു തയ്യലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് 2 തയ്യലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചിട്ട് ബോട്ട് അടിക്കാം. അപ്പോൾ ഇങ്ങനെ 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നഖം കൊണ്ടൊന്ന് നന്നായിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ തയ്ക്കാം. ഇതിൽ 2 ഹുക്ക് അയ്യം വെച്ച് കാണിക്കാം. അപ്പോൾ ഇതിൽ ഇതുപോലെ 2 ഹുക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 എണ്ണം 3 എണ്ണം എത്ര വേണമെങ്കിലും വെക്കിന് പകരം സിബ് വേണമെങ്കിലും വയ്ക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.